മറ്റു വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയെ രാഷ്ട്രം ആദരിക്കുന്നു. വികസിത ഭാരത് 2047 ലക്ഷ്യം കൈവരിക്കുന്നതിൽ ബഹിരാകാശ പരിപാടികൾ നിർണായക പങ്കിനെക്കുറിച്ച് പാർലമെന്റിൽ ഇന്ന് പ്രത്യേക ചർച്ച നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശുഭാംശു ശുക്ല ഇന്ന് നേരിൽ കാണും. കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയ ശുഭാംശുവിനെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിരുന്നു. വിവരങ്ങൾ എസ് നന്ദഗോപൻ നൽകും. നന്ദൻ, എപ്പോഴാണ് പാർലമെന്റിൽ ഈ പ്രത്യേക ചർച്ച ആരംഭിക്കുന്നത്? ഗൗതം, രാജ്യം വലിയ സ്വീകരണമാണ് ശുഭാംശു ശുക്ലയ്ക്ക് നൽകുന്നത്. കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിലെത്തിയ ശുഭാംശു ശുക്ലയെ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രി ജിതേന്ദ്ര സിംഗിൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരിച്ചത്. ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ ലോക്സഭ രാജ്യസഭ അംഗങ്ങൾ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. അതിനുശേഷം ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ പ്രത്യേക ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ച ബഹിരാകാശവുമായി ബന്ധപ്പെട്ടതാണ്. 2047 ഭാരതം വികസിത രാജ്യമെന്നുള്ള പദവി കൈവരിക്കുവാൻ ഈ ബഹിരാകാശ യാത്രകൾ അതേപോലെ തന്നെ ബഹിരാകാശ ദൗത്യങ്ങൾ എത്രമാത്രം ഗുണകരമാകുമെന്നത് സംബന്ധിച്ചുള്ളതാണ് ഈ പ്രത്യേക ചർച്ച. ഒപ്പം തന്നെ പാർലമെൻറ്റിൻ്റെ ഇന്നത്തെ പ്രത്യേക ചർച്ചയിൽ ഈ ശുഭാംശു ശുക്ലുവിനെ അഭിനന്ദിക്കാൻ കൂടി ആ സമയം ചെലവഴിക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഏതായാലും 23-ാം തീയതി ഒപ്പം തന്നെ ഭാരത് മണ്ഡപത്തിൽ ബഹിരാകാശ ദിനവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടിയിൽ ശുഭാംശു ശുക്ലുവാണ് പ്രധാന അതിഥിയായി പങ്കെടുക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും ഒരുപക്ഷെ ശുഭാംശു ശുക്ലു കാണുവാൻ ഇടയുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ പ്രത്യേക ചർച്ച ഈ പാർലമെൻറ്റ് ഏതാണ്ട് 11 മണിയോടുകൂടി പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ചകൾക്ക് സ്പീക്കർ സമയം അനുവദിക്കുക. ശുഭാംശു ശുക്ലയ്ക്ക് രാഷ്ട്രം പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകുകയാണ്. ഇന്നിപ്പോൾ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ബഹിരാകാശ യാത്രയും ഒപ്പം 2047 വികസിത ഭാരത് എന്ന വിഷയത്തിൽ ബഹിരാകാശ ദൗത്യങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച കൂടി നടക്കാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മന്ത്രിയായിട്ടുള്ള ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിരുന്നു. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.